ചെകുത്താൻ കോട്ടയിലെ അത്ഭുത പുഷ്പം. പണ്ട് ധ്വനീശ്വരം എന്നു പേരുള്ള ഒരു ദേശമുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു കൊച്ചു വീട്ടിലാണ് ജെയിനും അനുജത്തി ജെന്നിയും താമസിച്ചിരുന്നത്. ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ അവർക്ക് അവരിരുവരും മാത്രമായിരുന്നു കൂട്ട്. മാതാപിതാക്കൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും തോന്നിക്കാതെ ജെന്നിയെ പഠിപ്പിക്കാനും വളർത്താനും ജെയിൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചിരുന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ജെന്നിക്കൊരു രോഗം പിടിപെട്ടു. ദേഹമാകെ നീല നിറമായി. ക്ഷീണത്താൽ എഴുന്നേക്കാൻ പറ്റാതെ അവൾ കിടപ്പിലായി. സഹോദരിയുടെ ഈ അവസ്ഥ ജെയിനെ ദുഃഖിപ്പിച്ചു. തനിക്കറിയാവുന്ന ഒറ്റമൂലികളൊക്കെ അവൻ അവൾക്ക് നൽകി. പരിചയമുള്ള വൈദ്യന്മാരുടെ അടുക്കൽ അവളെ എത്തിച്ചു. എന്നാൽ അതിനൊന്നും ജെനിയുടെ രോഗം ഭേദമാക്കാൻ സാധിച്ചില്ല. ഒടുവിൽ ഒരു വൈദ്യൻ കുറച്ചകലെയുള്ള ഒരു വൈദ്യ സന്യാസിയെ കണ്ടാൽ ചിലപ്പോൾ ഇതിനു പരിഹാരം കാണാൻ കഴിഞ്ഞേക്കുമെന്നും മഹാപ്രസിദ്ധനായ ആ വൈദ്യ സന്യാസിക്ക് എല്ലാ മാറാരോഗങ്ങളെ പറ്റിയും തികഞ്ഞ അറിവുണ്ടെന്നും പറഞ്ഞു. അനുജത്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഉടനെ തന്നെ ജെയിൻ അവളുമായി യാത്ര തിരിച്ച് വൈദ്യ സന്യാസിയുടെ പക്കലെത്തി. തനിക്ക് ഈ ഭൂമിയിൽ ആകെയുള്ള ഒരു കൂട്ട് തൻ്റെ ഈ സഹോദരിയാണെന്നും ഞങ്ങളെ കൈവിടരുതെന്നും അവൻ വൈദ്യ സന്യാസിയോട് പറഞ്ഞ് അഭ്യർത്ഥിച്ചു. ചുട്ടുപൊള്ളുന്ന ജലിയെ അല്പസമയം ശുശ്രൂഷിച്ച ശേഷം സന്യാസി തിടുക്കത്തിൽ എന്തോ എടുക്കാൻ എന്ന വണ്ണം അകത്തെ മുറിയിലേക്ക് പോയി. എന്നിട്ട് കയ്യിൽ ഒരു പഴയ ഗ്രന്ഥപുസ്തകവുമായി തിരികെ എത്തി. ഗ്രന്ഥത്താളുകൾ തിടുക്കത്തിൽ മറിച്ച് അതിൽ കണ്ണോടിച്ചു. സ്വല്പനേരത്തെ വായനയ്ക്ക് ശേഷം വൈദ്യ സന്യാസി ജെയിനെ നോക്കി ചെറിയ നിസ്സഹായതയോടെ പുറത്തേക്ക് വരുവാൻ പറഞ്ഞു. പുറത്തിറങ്ങിയ ജെയിനോട് സന്യാസി പറഞ്ഞത് അവരെ വീണ്ടും വിഷമത്തിലാക്കി. നിന്റെ അനുജത്തിക്ക് പിടിപെട്ടിരിക്കുന്നത് ഒരു സാധാരണ രോഗമല്ല. ഇത് പിടിപെട്ടാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മരണം ഉറപ്പാണ്. എന്റെ പൂർവികരുടെ കാലത്ത് കുറെ ആളുകൾക്ക് ഇതേ രോഗം പിടിപെട്ട് മരണമടഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പ്രതിവിധി മാത്രമേ ഉള്ളൂ. സന്യാസി പറഞ്ഞു മുഴുവയ്ക്കും മുൻപേ ജെയിൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, എന്താണ് ആ പ്രതിവിധി? അതെന്തു തന്നെ ആയാലും അവളെ രക്ഷിക്കാൻ അത് ചെയ്യണം. സങ്കടം സഹിക്കാനാവാതെ ജെയിൻ പറയുന്നത് കേട്ട് സന്യാസി സമാധാനിപ്പിക്കും വിധം പറഞ്ഞു, ആ പ്രതിവിധി തേടി പോകുന്നത് മരണത്തിലേക്കുള്ള വഴിയാണ്. അതിനായി ഇറങ്ങി തിരിച്ചവർ ആരും തിരികെ വന്നിട്ടില്ല. അങ്ങു ദൂരെ 7 മലകൾക്കപ്പുറം ഗന്ധർവം എന്നൊരു വനമുണ്ട്. അതിൽ ഒരു വലിയ തടാകവും. നിറയെ മുതലകളുള്ള ആ തടാകത്തിന്റെ ഒത്ത നടുക്കായി ഒരു കോട്ടയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പുഷ്പമുണ്ട്. അത് വർഷത്തിൽ ഒരിക്കലേ വിരിയൂ. 7 ദിവസങ്ങൾക്ക് ശേഷം അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ അത് വിരിയുന്ന സമയമാണ്. ആ പുഷ്പം അരച്ചു ചേർത്ത് വേണം ഈ രഹസ്യക്കൂട്ട് നിർമ്മിക്കുവാൻ. എങ്കിൽ ദാ പുറപ്പെടുകയായി. ജെയിൻ പോകാൻ തിടുക്കം കൂട്ടി. എന്നാൽ വൈദ്യ സന്യാസി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിൽക്ക്, പ്രശ്നം അതല്ല. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നീ അവിടെ എത്തിയാലും ആ കോട്ടയ്ക്കുള്ളിൽ കയറി പറ്റാൻ എളുപ്പമല്ല. ആ കോട്ടവാതിലിന്റെ മുന്നിലായി ഒരു ചെകുത്താൻ കിടന്നുറങ്ങുന്നുണ്ട്. ചെറിയൊരു ശബ്ദത്തിന് പോലും അവനെ ഉണർത്താനാവും. അങ്ങനെ അവൻ ഉണർന്നാൽ കോട്ടയ്ക്കുള്ളിൽ കടന്നവരെ കൊന്നു തിന്നും. നിന്നെ അങ്ങോട്ട് പോകുവാൻ ഞാൻ അനുവദിക്കില്ല. കാരണം നിന്നെക്കാളും ശക്തിയും പ്രാപ്തിയും ഉള്ളവർ പോയിട്ടും ഇന്നുവരെ നടക്കാത്തൊരു കാര്യമാണ് ആ പുഷ്പം കൊണ്ടുവരിക എന്നത്. സന്യാസിയുടെ വാക്കുകൾ കേട്ട ജെയിൻ നിരാശയോടും വിഷമത്തോടും കൂടെ ജെന്നിയുമായി തിരികെ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ മടങ്ങിയെത്തിയെങ്കിലും സന്യാസി പറഞ്ഞ നിഗൂഢ കോട്ടയും അത്ഭുത പുഷ്പവുമെല്ലാം ജെയിന്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. ഏതു വിധേനയും ആ പുഷ്പം കയ്യിലാക്കി തന്റെ അനുജത്തെ രക്ഷിക്കുവാൻ അവൻ മനസ്സിലുറപ്പിച്ചു. പെട്ടെന്നൊരു ശബ്ദം കേട്ടാണ് വൈദ്യ സന്യാസി ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റത്. പതിവില്ലാതെ കേട്ട ശബ്ദം എന്താണെന്ന് നോക്കാൻ അദ്ദേഹം ഒരു റാന്തലുമായി മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. മുൻവശത്തെ വാതിലുകൾ തുറന്നു കിടക്കുന്നതും മേശപ്പുറത്തിരിക്കുന്ന തുറന്ന ഗ്രന്ഥപുസ്തകവും സന്യാസി ശ്രദ്ധിച്ചു. മേശയുടെ അടുത്തേക്ക് ചെന്ന് റാന്തലിന്റെ വെളിച്ചത്തിൽ ഗ്രന്ഥപുസ്തകത്തിലെ തുറന്ന താളുകളിലേക്ക് നോക്കി അദ്ദേഹം കണ്ടത് ചെകുത്താൻ കോട്ടയിലെ അത്ഭുത പുഷ്പത്തിലെ രഹസ്യമായിരുന്നു. രാത്രിയുടെ മറവിൽ തന്നെ ശല്യപ്പെടുത്താതെ വീടിനുള്ളിൽ കയറി ആ ഗ്രന്ഥപുസ്തകം എടുത്തു വായിച്ചത് ജെയിനാണെന്ന് വൈദ്യ സന്യാസിക്ക് മനസ്സിലായി. അനുജത്തിയെ എന്തു വില കൊടുത്തും രക്ഷിക്കാനുള്ള പുറപ്പാടാണ് ജെയിൻ എന്ന് തിരിച്ചറിഞ്ഞ സന്യാസി ജെയിന് അപകടമൊന്നും സംഭവിക്കാതെ തിരികെ വരാൻ സാധിക്കണേ എന്ന് ചിന്തിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. കാട്ടിലെ വന്യമൃഗങ്ങളോ രാത്രിയിലെ ഇരുട്ടിന്റെ ഭയാനകതയോ അവനെ പേടിപ്പെടുത്തിയില്ല. അത്ഭുത പുഷ്പം സ്വന്തമാക്കാനുള്ള ഒറ്റ ലക്ഷ്യം മനസ്സിൽ വിചാരിച്ച് 7 മലകൾ താണ്ടി ഗന്ധർവ വനത്തിലെ തടാകത്തിനരികിൽ അവൻ എത്തി. നിലാവിന്റെ വെളിച്ചത്തിൽ തടാകവും കോട്ടയുടെ പരിസരവും അവൻ നോക്കിക്കണ്ടു.
ആ വലിയ തടാകത്തിന്റെ നടുക്കായി ഉയർന്നു നിൽക്കുന്ന കോട്ടയും കോട്ടയ്ക്ക് മുകളിലായി ചുവന്ന നിറത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു പുഷ്പവും അവൻ കണ്ടു. തന്റെ ലക്ഷ്യത്തിലേക്ക് ഇനി കണ്ണെത്തും ദൂരമേ ഉള്ളൂ എന്നാശ്വസിച്ച് അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. പക്ഷേ ഇനിയാണ് കടമ്പകൾ കൂടുതലെന്ന് അവൻ അറിയാമായിരുന്നു. കോട്ടയിലെ അത്ഭുത പുഷ്പത്തെ തേടിയെത്തിയ ആളുകളെ ചെകുത്താൻ കൊന്നൊടുക്കിയപ്പോൾ അവരുടെ ഗതി കിട്ടാത്ത ആത്മാക്കൾ ആ തടാകത്തിൽ വിഹരിക്കുന്നതായി ഗ്രന്ഥത്തിൽ പറഞ്ഞത് ജെയിൻ ഓർമ്മയിൽ വന്നു. ആ മുതലകളുടെ കയ്യിൽപ്പെടാതെ നൂൽപാലം മുറിച്ചു കടന്ന് കോട്ടയ്ക്കരികിൽ എത്തുക എന്നതാണ് ആദ്യത്തെ കടമ്പ. അതിനായി അവൻ തടാകത്തിനരികിലേക്ക് നടന്നു ചെന്നു. ജെയിൻ തന്റെ ആദ്യത്തെ ചുവടുകൾ പാലത്തിൽ വെച്ചപ്പോൾ തന്നെ ശക്തമായ ഓളങ്ങൾ തടാകത്തിനു മുകളിൽ രൂപപ്പെട്ടു. ഇച്ഛാശക്തിയോടും ഏകാഗ്രതയോടും കൂടി ചുവടുകൾ ഏതാനും വെച്ചതും രാക്ഷസ പല്ലുകളോടു കൂടി 100ഓളം മുതലകൾ അവന് നേർക്കു വന്നു. ശ്വാസം അടക്കി പിടിച്ച് കോട്ടയെ ലക്ഷ്യമാക്കി അവൻ മുന്നോട്ടു നീങ്ങുമ്പോൾ അവന്റെ ചുവടൊന്നു പിഴച്ചാൽ കടിച്ചു കീറി തിന്നാൻ മുതലകൾ ഒരുങ്ങിയിരുന്നു. ഓരോ ചുവടും ഓരോ യുഗമെന്ന വണ്ണം അങ്ങനെ നൂൽപാലത്തിലെ അവസാന ചുവടും എടുത്തുവെച്ച് അവൻ കോട്ടയ്ക്കരികിലെത്തി. ആകാശമുട്ടെ ഉയരമുള്ള ഭീമാകാരമായ കോട്ട അവൻ അടിമുടി നോക്കി നിന്നു. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ കോട്ടവാതിലിനരികിലെത്തി. സന്യാസി പറഞ്ഞതുപോലെ ചെകുത്താനെ ഉണർത്താതെ നിശബ്ദമായി അവൻ ആ കോട്ടവാതിലിൽ കൈകൾ വെച്ചതും അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. കോട്ട കുലുങ്ങും വിധം കോട്ടയ്ക്കുള്ളിൽ ആകെ മണിനാദം മുഴങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്ന ജെയിന്റെ മുൻപിൽ കണ്ണടച്ചു തുറക്കും മുമ്പേ ഒരു വലിയ അലർച്ചയോടുകൂടി ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് ചോദിച്ചു, "നീ എന്തു ധൈര്യത്തിലാണ് ഈ കോട്ടയ്ക്കുള്ളിൽ കടന്നത്? ഈ വാതിൽ തുറക്കാൻ മുതിർന്നവരെയെല്ലാം ഞാൻ കൊന്നിട്ടുണ്ട്. നിന്നെയും ഞാൻ ഇന്ന് കൊന്നു തിന്നാൻ പോവുകയാണ്." ചെകുത്താൻ ഇത് പറഞ്ഞു തീർന്നതും ഭയം ഉള്ളിലൊതുക്കി ജെയിൻ ഇങ്ങനെ പറഞ്ഞു, "എന്നെ കൊല്ലരുത്. ഞാൻ ഈ കോട്ടയ്ക്ക് മുകളിലെ പുഷ്പം പറിക്കുവാൻ വന്നതാണ്." തന്റെ അനുജത്തിയുടെ രോഗവിവരവും പുഷ്പം മരുന്നിനായുള്ള രഹസ്യക്കൂട്ടാണെന്നും അവൻ ചെകുത്താനെ അറിയിച്ചു. ഇതുകേട്ട ചെകുത്താൻ കോട്ട കുലുങ്ങും വിധം അട്ടഹസിച്ചു. "ഈ കോട്ടയിലെ ഒന്നും തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഈ പുഷ്പമാണ് വാടി വീഴുമ്പോൾ ഇവിടുത്തെ നിധികുംഭമായി മാറുന്നത്. ആ നിധികുംഭത്തിന്റെ കാവലാണ് ഞാൻ. അതിനാൽ നിന്നെ കൊല്ലുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല." ഇതിനു മറുപടിയായി ജെയിൻ പറഞ്ഞു, "എന്നെ കൊന്നാലും സാരമില്ല. പക്ഷേ ആ പുഷ്പം എൻ്റെ അനുജത്തിയുടെ ജീവിതം രക്ഷിക്കുമെങ്കിൽ അതെനിക്ക് തന്നൂടെ?" ഇങ്ങനെ പറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ജെയിനെ കണ്ടപ്പോൾ ചെകുത്താന് ചെറിയൊരു ദയ തോന്നി. അല്പസമയം അവനെ നിരീക്ഷിച്ച ശേഷം ചെകുത്താൻ പറഞ്ഞു, "നിന്റെ ജീവനേക്കാൾ ഉപരി സഹോദരിയുടെ ജീവന് നീ വില കൽപ്പിക്കുന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിനാൽ നിനക്ക് ഞാൻ ചെറിയൊരു പരീക്ഷണം തരാം. അതിൽ നീ വിജയിച്ചാൽ അത്ഭുത പുഷ്പവുമായി നിനക്ക് ഇവിടെ നിന്നും തിരികെ പോകാം. ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ കടിച്ചു കൊല്ലും." ചെകുത്താൻ പറഞ്ഞ പരീക്ഷണത്തിന് ഞാൻ സമ്മതമാണെന്ന വണ്ണം ജെയിൻ തല കുലുക്കി. ഉടനെ തന്നെ ചെകുത്താൻ ഒരു കല്ല് നിലത്തുനിന്നെടുത്ത് കോട്ടവാതിലിന്റെ മുൻപിൽ വെച്ച് അത് ചൂണ്ടി തുടർന്നു. "ഇതാണ് നിന്റെ പരീക്ഷണം. ഈ കല്ലിനെ സ്പർശിക്കാതെ ഇതിനൊരനക്കവും തട്ടാതെ നീ ഇതിനെ ചെറുതാക്കണം." അല്പസമയത്തെ ചിന്തയ്ക്ക് ശേഷം ജെയിൻ നിലത്തുനിന്നും വേറൊരു കല്ലെടുത്ത് ചെകുത്താൻ വെച്ച കല്ലിനരികിൽ വെച്ചു. ചെകുത്താൻ വെച്ച കല്ലിനേക്കാളും വലുത് ജെയിൻ വെച്ച കല്ലായിരുന്നു. അത് ചെകുത്താനെ കാണിച്ചുകൊണ്ട് ജെയിൻ പറഞ്ഞു, "നിങ്ങൾ വെച്ച കല്ല് ദാ ചെറുതായിരിക്കുന്നു." ഇങ്ങനെ ബുദ്ധിപരമായി ജെയിൻ ചെകുത്താന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. ജെയിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ സംപ്രീതനായ ചെകുത്താൻ സന്തോഷത്തോടെ കോട്ടയ്ക്ക് മുകളിലെ അത്ഭുത പുഷ്പം പറിച്ച് ജെയിനിന് നൽകി. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നതിന് ബലമുണ്ടായി. ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അത് അനുജത്തിയുടെ ജീവൻ രക്ഷിക്കും. അത്ഭുത പുഷ്പം കയ്യിൽ കിട്ടിയപ്പോൾ ജെയിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഇതിനു സഹായിച്ച ചെകുത്താനും നന്ദി പറഞ്ഞ് അവൻ ആ കോട്ടയ്ക്കുള്ളിൽ നിന്നും നേരെ വൈദ്യസന്യാസിയുടെ അടുത്തേക്ക് തിരിച്ചു. അത്ഭുത പുഷ്പവുമായി തിരികെ എത്തിയ ജെയിനെ കണ്ട് ജെന്നിയും ഒപ്പം വൈദ്യസന്യാസിയും സന്തോഷിച്ചു. അങ്ങനെ വൈദ്യൻ അത്ഭുത പുഷ്പം ചേർത്ത് മരുന്നുണ്ടാക്കുകയും അത് ജെന്നിക്ക് നൽകുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ അസുഖം ഭേദമായി. പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിച്ചു.